ഫയറുണ്ടാവില്ല. തീ ഉണ്ടാകണമെങ്കിൽ തീ വരണം, തീ പിടിക്കണം, അല്ലാതെ തീ ഉണ്ടാവില്ല. മനസ്സിലായോ? രാപകലില്ലാതെ യേശു 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 എന്ന് മാത്രം പറഞ്ഞ് ജീവിക്കാൻ ഒരാൾക്ക് പറ്റണമെങ്കിൽ അത് ഈ അഗ്നി ആളിക്കത്താതെ പറ്റില്ല. മനസ്സിലായോ? ഒരു വണ്ടി വലിച്ചുകൊണ്ടും പോവാം, ഒരു വണ്ടിയുടെ എൻജിൻ ഓണായിട്ട് അതിന് തന്നെ ഓടിച്ചും പോവാം, അതിനെ ഓടിച്ചുകൊണ്ടും പോവാം, വലിച്ചുകൊണ്ടും പോവാം, ഓടിച്ചുകൊണ്ടും പോവാം. വലിച്ചുകൊണ്ട് പോകുന്ന വണ്ടികളാവരുത് ക്രൈസ്തവ ജീവിതം. ബാഹ്യ സമർത്ഥം, വെളിയിൽ നിന്ന് ആരോ നിർബന്ധിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഇത് അതല്ല. അകത്തൊരു എൻജിൻ കത്തണം, ഒരു ഫ്യൂവല് കത്തുന്നോണ്ട് ഇതിനകത്തിരുന്ന് തന്നെ ഓടേണ്ട ഒരു വണ്ടിയാ ഇത്. പറഞ്ഞേ ഹല്ലേലൂയ. കെട്ടി വലിക്കുന്ന വണ്ടികളാവരുത് ഇത്. ആരുടെ നിർബന്ധം, ആരുടെ പ്രേരണ, അവർ അങ്ങനെ 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 അതല്ല. മനസ്സിലായില്ലേ? പ്രാർത്ഥിക്കാനും ദൈവത്തെ ആരാധിക്കുക, ഇതെല്ലാം ഈ ഫയർ അകത്ത് കത്തണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈശോ ഈ പരിശുദ്ധാത്മ സ്നാനത്തെ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല.